എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പഠിച്ചവരെ ഇശാ നമസ്കാരം കഴിഞ്ഞിറങ്ങി പോവുകയാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ഒറ്റയ്ക്ക് നിന്ന് കരയുകയാണ്. ഇരുട്ടത്തൊരു പെണ്ണിരുന്ന് കരയുകയാ. ആ സമയത്ത് ഒരു പെണ്ണ് ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചു, പെണ്ണ് എന്തിനാ ഇവിടെ ഇരുന്ന് കരയുന്നത്? ഈ അസമയത്ത് കരയുന്നത് എന്തിനാ? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ചെയ്തു പോയ പാപമോർത്തിട്ട് കരഞ്ഞതാണ്, ഞാൻ ചെയ്തു പോയ പാപമോർത്തിട്ട് കരഞ്ഞതാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്ത് പാപമാ നീ ചെയ്തത്? അത്രയ്ക്ക് വലിയ പാപം എന്തേ ചെയ്തത്? ഈ പാതിരാത്രി ഒറ്റയ്ക്ക് ഇരുട്ടത്തിരുന്ന് കരയാർ എന്ത് പാപമാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, തങ്ങളെ ഞാൻ വ്യഭിചരിച്ചു, ഞാൻ വ്യഭിചരിച്ചു. അതാ വ്യഭിചാരത്തിലൂടെ ആ പെണ്ണ് ഗർഭിണിയാവുകയാണ്. വ്യഭിചാരത്തിലൂടെ ആ പെണ്ണ് ഗർഭിണിയാവുകയാണ്. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവിടെന്ന് പറയുന്നു, തങ്ങളെ ആരുമറിയാതെ എന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു തങ്ങള്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പെണ്ണ് പറയുകയാണ്, വ്യഭിചാരത്തിലൂടെ ഒരു കുഞ്ഞെനിക്ക് ജനിച്ചു. 9.5 മാസം കഴിഞ്ഞ് ഞാൻ പ്രസവിച്ചു. പ്രസവിച്ച ഉടനെ ആരുമറിയാതെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. ആ സമയത്ത് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, നീ നിന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ പെണ്ണ്, നീ നിന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. അബൂ ഹുറൈറ തങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. പടച്ചവനെ, വീട്ടിൽ പോയി കിടന്നുറങ്ങി. പക്ഷേ സമാധാനമില്ല, മനസ്സിന്റെ ഉള്ളിൽ സമാധാനമില്ല. ആ പെണ്ണിനോടെങ്ങനെ പറയണ്ടായിരുന്നു, അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയരുതായിരുന്നു. അബൂ ഹുറൈറ തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയാണ്. തെറ്റ് ചെയ്ത ഒരു പെണ്ണിനോട്, പാപം ചെയ്ത ഒരു പെണ്ണിനോട് അവൾക്ക് അല്ലാഹു പുറത്തു തരില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. റസൂലുള്ളാഹിയോട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞാ മതിയായിരുന്നല്ലോ. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വെളുപ്പാങ്കാലം വരെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അവസാന സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പള്ളിയിലേക്ക് കടന്നു പോവുകയാ. അവസാന സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, വ്യഭിചാരത്തിലൂടെ ഉണ്ടായ ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞ ഒരു പെണ്ണിനോട് ഞാനിങ്ങനെ പറഞ്ഞു പോയി നബിയേ, അറിയാതെ പറഞ്ഞു പോയി നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അബൂ ഹുറൈറ, നശിപ്പിച്ചത് നീ തന്നെയോ? ആ പെണ്ണല്ല നശിച്ചത്, നീ നിന്നെ തന്നെ നശിപ്പിച്ച് കളഞ്ഞല്ലോ അബൂ ഹുറൈറ. നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്തറിയില്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തറിയില്ലേ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് ഓതിക്കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഓതിക്കൊടുക്കുകയാ, ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവേ, എത്ര വലിയ പാപം ചെയ്താൽ അല്ലാഹു പുറത്തു തരാൻ കഴിവുള്ളവനാണ്. റബ്ബിന്റെ മുന്നിലേക്ക് ദുആ ചെയ്യുന്നവന് പടച്ചവന് പുറത്തു കൊടുക്കുമെന്ന ആയത്തങ്ങോട്ട് ബോധിക്കൊടുക്കുമ്പോ അബൂ ഹുറൈറ തങ്ങളിരുന്ന് കരയുകയാണ്. അബൂ ഹുറൈറ